ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പാവം വൃദ്ധയായ അമ്മുക്കുട്ടി അമ്മയുടെ വീട്ടിലേക്കാണ്. വല്ലാത്തൊരു ദയനീയാവസ്ഥയാണ്. ചുറ്റും ബന്ധുക്കാരുണ്ടായിട്ടും ആരുടെയും സഹായം ഇല്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് അമ്മുക്കുട്ടി അമ്മയ്ക്ക്. രണ്ടുപേർക്കുള്ള ചായ മതി. ഈ അമ്മുക്കുട്ടിയമ്മ കഥ കേട്ടാ ഇവിടുന്ന് എനിക്ക് പോയില്ല. സാമാനം കൊണ്ടുവന്നിട്ട് പൂജയ്ക്ക് പോയിട്ടാവാം സാധനം കൊണ്ടുവന്നത് ഞാൻ ഈ നെന്മാർ കാണാനില്ല. അപ്പൊ എങ്ങനെ പോണ്? ഇവിടെ ഇരിക്കൂ. പോണം. എവിടേക്ക്? കണ്ടു. അപ്പൊ എന്ത് ചെയ്യണം ചോദിച്ചപ്പോ നീ കൊണ്ടോ പറഞ്ഞു. എന്റെ തായി മുളകൊടിയുണ്ട്, ഇവിടെ ഉണ്ട്. ആ മുളകൊടി കൊണ്ട് രാത്രി കൊന്നു. ബാക്കി ഒന്നുണ്ട് വഴികെട്ടി ഒരു മാസം വരെ നിന്നു. അത് ഉത്തർന്നോട്ട് വന്ന് എന്റെ കണ്ണി ചട്ടാട്ട് ഇതിനുള്ളിൽ പോയി മുളഞ്ഞു. ഇതിനുള്ളിൽ മുളഞ്ഞിട്ട് കറണ്ടും പോയി. രാത്രിയായി. എന്റെ കറണ്ടും പോയി. രാത്രിയായി. ഇതിനുള്ളിൽ ഇതാണ്ട് അത് കിടക്കണമെന്നില്ല. കണ്ണിന് മരമുഴും പറഞ്ഞിട്ട് അങ്ങനെ മറച്ചു വിട്ടിരിക്കുന്നു. കണ്ണിലെ പൊടി വെറുതെ മാറുന്ന കിടന്ന് വീഴുകയാണ്. എന്താ ചെയ്യുക? വേറെ എവിടെയെങ്കിലും പാമ്പിനെ കേട്ടോ അങ്ങനെ കല്ലിൽ കിടക്കുകയില്ല. താഴെ ഇറങ്ങാൻ പറ്റില്ല. ഫോണില് അതാ ഫോണില് ഇതുണ്ടായിരുന്നു. ഒരു ടോർച്ചും വാങ്ങി വെച്ച് ആ ടോർച്ച് ഇങ്ങനെ കത്തുന്നത് കല്ലുമെടുത്ത് തൂക്കി വെച്ചറിയുന്നത്. പിന്നെ അതുകൊണ്ട് അത് അവിടെ വരണ്ടേ എന്നും പറഞ്ഞ് നോക്കി നിൽക്കാൻ വെച്ച് കണ്ടു വന്നു. അത് വളരെ കണ്ടില്ലാലോ എന്നും പറയുന്നെങ്കിൽ കണ്ടു വന്നു. ആള് എന്നെ കത്തിക്കാൻ വരികയാണല്ലേ എന്നും പറഞ്ഞു. കൊടുത്തു. വടി ഇവിടെ തന്നെ എഴുതാം. അത്ര എടുത്തുകൊണ്ടല്ല. ഇതൊരു വഴിയുണ്ട്. അതാ അവിടെ വരച്ച വഴിയുള്ള വഴിയുണ്ട്. അതുകൊണ്ട് കൊടുത്തു. അത് ചാവും ചെയ്തു. കൊണ്ടോ പറഞ്ഞു. കൊന്നു. ഭഗവാന്റെ അടുത്ത് ചോദിച്ചിട്ടേ ഞാൻ ചെയ്യുള്ളൂ. എന്താ പറയാ? എന്താ ചെയ്യാ? തുണി അങ്ങനെ സാധനം ഇട്ടിട്ട് കണ്ണില് കണ്ണ് കാണാണ്ട് ഇതിന്റെ ഉള്ളിൽ മോട്ടുമുട്ടി കിടക്കണ്ടെങ്കിൽ പോലും അറിയില്ല. ഇതാണ് അവരുടെ വീടിൻ്റെ ഉൾവശം. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെ കാണാറുണ്ട്, പാമ്പിനെ കൊല്ലാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഓരോ വീട്ടിൽ പോകുമ്പോഴും ഞങ്ങളുടെ രജിസ്റ്ററിൽ അവരുടെ ബുദ്ധിമുട്ടുകളും BP, ഷുഗർ ചെക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കണം. അത് നിർബന്ധം. അങ്ങനെ ഒന്നുമില്ല. അതൊന്നും തോന്നണം. ഈ ചെയ്തവർക്കിനെ തിരിച്ചു കിട്ടും. അതൊന്നും ആരുമില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ ഓടിപ്പാഞ്ഞ് വരുന്നത് ഈ മാസം 2ാം പ്രാവശ്യം ഓടി വരാൻ കൂട്ടി എന്നെ കാണാം. ഒന്ന് 3:10 24:10 അവരുടെ വിഷമങ്ങളെല്ലാം കേട്ട് അവർക്ക് വേണ്ട ഉപദേശങ്ങളും കൊടുത്ത് സമാധാനിപ്പിച്ച് പേടിക്കാനൊന്നുമില്ല, എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ അറിയിക്കൂ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങി.